ഗൈസ്, ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോകാൻ പോവാണ്. ഓണത്തിന് അവധിയല്ലേ, അപ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞു ട്രിപ്പ്. ഭയങ്കര വലിയ സ്ഥലമൊന്നുമല്ല. നമ്മൾ എവിടെ തുമ്പി പോണ? ഇങ്ങൊന്ന് പറ, എവിടെ പോണ? രാമേശ്വരത്താണ് പോകുന്നത്. 7 മണിക്കാണ് ട്രെയിന്. നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5:45 വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ നമ്മൾ വഴിയെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ സ്റ്റേഷനിലെത്തി. ഇപ്പൊ 6:50 ആയിട്ടുണ്ട്. 7:15 ട്രെയിന്. 1/2 മണിക്കൂർ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ നമുക്ക് ഇനി ട്രെയിനിൽ കയറിയിട്ട് കാണാം. അങ്ങനെ ഫൈനലി വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ ട്രെയിനിൽ കയറി കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കിടന്ന് ഉറങ്ങി. കാരണം 3:15 മധുരയിലെത്തും. അപ്പൊ എണീക്കണമല്ലോ. മധുരയിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് അടുത്ത് പോകാനുള്ള രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മള് മധുര സ്റ്റേഷനിലാണുള്ളത്. നമുക്കിനി 6 മണിക്കാണ് ട്രെയിന്. ഇപ്പൊ സമയം 3:30 4 മണി ഉണ്ടായിട്ടേ ഒന്നും തോന്നുന്നു. നമ്മൾ 2 മണിക്കൂർ ഇവിടെ നിൽക്കണം. നല്ലോണം ഉറങ്ങിയോ? ധ്യാനം നല്ലപോലെ ഉറങ്ങിയോ? നല്ലപോലെ ഉറങ്ങിയോ? എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് ഉറക്കം വന്നില്ല ട്രെയിനിലായതുകൊണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉണര്, വീണ്ടും ഉറങ്ങും. ഭയങ്കര കാറ്റ് കൂടും. പക്ഷെ ഞാൻ സൂപ്പറായിട്ട് ഉറങ്ങിയോ? ഞാൻ മാത്രമാണ് തോന്നുന്നു നേരെ ഉറങ്ങാത്ത. നമുക്ക് അടുത്ത സ്ഥലം അടുത്ത സ്ഥലം നമ്മൾ എവിടെ പോകണം? രാമേശ്വരം എത്തിയിട്ട് കാണാന്ന് പറ. അടുത്ത ട്രെയിനിൽ കയറിയതിനു ശേഷം ഞാൻ വീണ്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങി എണീറ്റപ്പോൾ കാണുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ ഇനി ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? ഉറക്കെ പറ. ഇഷ്ടപ്പെട്ടോ? എന്തോന്നാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഓടുമ്പോ നല്ല കാറ്റൊന്നും. നിങ്ങളിപ്പോൾ കാണുന്ന ഈ പാമ്പൻ ബ്രിഡ്ജാണ് ഇന്ത്യയിലെ ആദ്യത്തെ സീ ബ്രിഡ്ജ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സീ ബ്രിഡ്ജും പാമ്പൻ പാലം തന്നെയാണ്. കടലിന്റെ നടുവിലൂടെയാണ് ഈ ഒരു ട്രെയിൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. നിങ്ങൾ എപ്പോഴെങ്കിലും രാമേശ്വരത്ത് പോവാണെന്നുണ്ടെങ്കിൽ ഇത് കാണാനായിട്ട് മിസ് ചെയ്യും. മധുരയിൽ നിന്ന് ഏകദേശം 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് ഞങ്ങൾ രാമേശ്വരത്ത് എത്തിയത്. സാഹസികമായി മധുരയിൽ നിന്ന് 4 മണിക്കൂർ യാത്ര കഴിഞ്ഞ് രാമേശ്വരത്തെത്തി. ഒന്നും പറയുന്നില്ല, ഭയങ്കര വെയില് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയില്. വന്ന് ഫ്രഷായി ഇവിടെ അമ്പലത്തിലോട്ട് പോകാൻ കുറച്ച് പേര് വെയിലിടാനായിട്ട് ഏതോ ഒരു കടലിൽ പോയി. ഇവിടുത്തെ വെയിൽ ചൂട്. കുളിച്ചിട്ട് അതൊന്ന് ഫ്രഷായി. എന്നിട്ടും നല്ല ചൂട്. കുട്ടിയടിച്ച് കിടന്ന് കുറച്ചില്ല. ആരും ചെറുപ്പൊന്നും ഇടുന്നില്ല. കടകളൊക്കെ ഇങ്ങനെ ഉത്സവത്തിന് കാണില്ലോ, അതുപോലെ കയറി തൊഴുതിട്ട് വന്നിട്ട്. ഇതാണ് മധുരയിലെ പ്രധാന അമ്പലമായ ശ്രീ രാമനാഥസ്വാമി ടെമ്പിൾ. ഈ ഒരു അമ്പലത്തിൽ കയറാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അമ്പലത്തിൽ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. എങ്ങനെ പോയാലും 1 മണിക്കൂറെങ്കിലും എടുക്കും ഈ ഒരു അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങാൻ വേണ്ടിയിട്ട്. അത്രത്തോളം നേരം നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. രാവിലെ 5 മണി മുതൽ 1 മണിയാണ് സമയം. 1 മണി കഴിഞ്ഞിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നട അടയ്ക്കും. പിന്നെ നട തുറക്കുന്നത് 3 മണി മുതൽ രാത്രി 9 മണി വരെ. ഇതിൽ തൊഴാനായിട്ട് നിൽക്കുന്നവരെ ക്യൂ ആണ് നിങ്ങളിപ്പോ കണ്ടത്. കയറി കഴിയുമ്പോൾ ഇങ്ങനെയാണ് ആ ഒരു വ്യൂ വരുന്നത്. ഈ ഒരു പ്രതിഷ്ഠ നമുക്ക് ഫ്രീ ആയിട്ട് പോയി തൊഴുതിട്ട് വരാവുന്നതാണ്. പിന്നീട് അങ്ങോട്ടാണ് വരി തുടങ്ങുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു അമ്പലം നിങ്ങൾ ഒരു തവണയെങ്കിലും പോയി വിസിറ്റ് ചെയ്യണം. അത്രയ്ക്കും പീസ്ഫുൾ ആയിട്ടൊരു അമ്പലമാണ്. ചത്ത് തളർന്ന് ഞങ്ങളിപ്പോ അത്യാവശ്യം
കുറേ സമയം ക്യൂവിൽ നിൽക്കാണ്ട് വന്നു അമ്പലത്തിൽ തൊഴാൻ കയറാനായിട്ട്. കുറേ നേരം ക്യൂവിൽ നിന്ന് രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിള്ളേർക്കൊക്കെ വയ്യാണ്ടായി. ക്യൂ നിന്ന് അമ്പലത്തിൽ കയറി തൊഴുതു. പിന്നെ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഫുഡ് കൊള്ളത്തില്ലായിരുന്നു. മീൻസ് ഇന്നത്തെ റൈസ് വേറെ, പിന്നെ സാമ്പാറെന്നും പറഞ്ഞാൽ എന്തോ ഒരു സാധനം കൊണ്ട് കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കഴിച്ചില്ല. പിന്നെ കുഞ്ഞു കുഞ്ഞു അലർച്ചയുടെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് റൂമിൽ വന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ എവിടെ പോകുന്നതാനും ധനുഷ്കോടിയിൽ പോകാം അല്ലേ? നമ്മളിന്ന് എവിടെ പോകുന്ന? ധനുഷ്കോടിയിൽ വെള്ളം ഫുഡ് ചോറ് ഇഷ്ടപ്പെട്ട? ആകെ കഴിച്ചത് ഇവ മാത്രമാണ്. ഇത് മാത്രം എങ്ങനെ കഴിച്ചെന്ന് എനിക്ക് അറിഞ്ഞോടാ. വേറെ ഫുഡ് നല്ല ഇഷ്ടപ്പെട്ടല്ലേ? വേറെ ആരും കഴിച്ചില്ല. ടീഷേനൊക്കെ വാങ്ങി നമ്മുടെ കുരുത്താണ് എനിക്ക് വലിയ. ഓക്കെ, അപ്പോൾ ഇനി ധനുഷ്കോടിയിൽ പോകുമ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. പിന്നെ കോവിഡിൽ അകത്ത് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലായിരുന്നു. എന്ന് വെച്ചാൽ എല്ലായിടത്തും അല്ല, കുറച്ച് സ്ഥലങ്ങളിൽ. അപ്പോൾ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കുറേ സ്ഥലത്തൊന്നും അലൗഡല്ല, ക്യാമറയും ഫോണൊന്നും അലൗഡല്ല. അപ്പോൾ പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ധനുഷ്കോടിയിൽ പോകുമ്പോൾ അടുത്ത് ഞങ്ങൾ നേരെ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് ധനുഷ്കോടിയിലോട്ടാണ്. ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പോകുന്ന വഴിക്ക് ഇതുപോലെ നല്ല വ്യൂ ഒക്കെ കണ്ടിട്ട് പോകാം. രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടിയിലോട്ട് പോകാനായിട്ട് 22 കിലോമീറ്റർ ആണ് ഉള്ളത്. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. 1964 ചുഴലിക്കാറ്റിന് ശേഷം ധനുഷ്കോടി ഇപ്പോൾ ഗോസ്റ്റ് ടൗൺ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ കണ്ട പാമ്പൻ പാലമില്ലേ, അതിന്റെ ടിപ്പിലാണ് ഈ ഒരു ധനുഷ്കോടി ഉള്ളത്. സമയപരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ ഒരു അമ്പലത്തിലും കൂടെ കയറിയിട്ട് യാത്ര തിരിച്ചു. നമ്മൾ തിരിച്ചു പോകാനായിട്ട് അഗെയിൻ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി വ്ലോഗ് എടുക്കാനുള്ള ക്ഷമ എനിക്കില്ല, അത്രയും ടയേർഡായി. ഇനി ഇറങ്ങില്ല, ട്രെയിനിൽ പോയി മധുര ഇറങ്ങുന്നു. മധുരയിൽ നിന്ന് അടുത്ത ട്രെയിനിൽ കയറുന്നു, ചെറിയ സ്റ്റേഷനിൽ ഇറങ്ങുന്നു, വീട്ടിൽ പോകുന്നു. വ്ലോഗ് ഞാൻ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യുവാണ്. എനിക്ക് വയ്യ, തളർന്നു, എനിക്ക് കിടന്ന് ഉറങ്ങണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.